അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. എല്ലാവിധ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും അല്ലാഹു തആല നീക്കിത്തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവരെ രോഗങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറിന്റെ ബാബുകൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെയധികം പ്രധാനപ്പെട്ട, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. ഒരു ചെറിയ ദിക്റാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്ന് പറയുന്നത്. വളരെയധികം എഫക്റ്റീവാണ് ഈ ദിക്ർ. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും മുറുകെ പിടിച്ച് കൊണ്ടു നടന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. നമ്മളോട് ആർക്കെങ്കിലും വല്ല വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ ഈ ദിക്ർ നാം ചൊല്ലുന്നവരാണെങ്കിൽ നമ്മളോടുള്ള ആ വൈരാഗ്യം അവർക്ക് ഇല്ലാതെയാകും. അതുപോലെ നാം ഒരു വഴിക്ക് ഇറങ്ങുകയാണെങ്കിൽ വല്ല തടസ്സങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് നാം ഇറങ്ങുന്നതെങ്കിൽ ആ തടസ്സങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരുമെന്നാണ്. നാം പോകുന്ന വഴിക്ക് വല്ല ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ തട്ടി നീക്കാൻ മാത്രം പവർഫുള്ളായ ഒരു ദിക്റാണ് പറയുന്നത്. ഇഴജന്തുക്കളെ ശല്യം ഇല്ലാതെയായി കിട്ടാൻ, അതുപോലെ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ഈ ദിക്ർ നാം പതിവാക്കിയാൽ മതി. ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യം ഞാൻ ചൊല്ലുകയാണെങ്കിൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ തടസ്സങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. ദിക്ർ എല്ലാവർക്കും സുപരിചിതമാണ്, അധികം ആളുകൾക്കും അറിയും. പ്രത്യേകിച്ച് ഹദ്ദാദ് റാത്തീബ് സ്ഥിരമായി ചെല്ലുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെല്ലാൻ കഴിയും, അവർക്കത് മനഃപ്പാഠമായിരിക്കും. വളരെ ചെറിയ ഒരു ദിക്റാണ്, ഒരുപാട് മഹത്വമേറിയ ദിക്റാണ് ഈ ദിക്ർ. എല്ലാ ആളുകളും ഇതിന്റെ മഹത്വം മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് ദിവസവും രാവിലെയും 3 പ്രാവശ്യം, അഥവാ സുബഹി നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം, മഗ്‌രിബിക്ക് ശേഷം 3 പ്രാവശ്യം പതിവാക്കി കൊണ്ടു നടക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എല്ലാ തടസ്സങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു എല്ലാ ശർറുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ദിക്ർ ഞാൻ പറഞ്ഞു തരാം, എല്ലാ ആളുകളും എഴുതിയെടുത്ത് പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദിക്ർ ഇതാണ്: ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഒരിക്കൽ കൂടി പറയാം: ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. വളരെ സിമ്പിളായ, ചൊല്ലാൻ പെട്ടെന്ന് കഴിയുന്ന ഒരു ദിക്റാണ് മുഅ്മിനീങ്ങളെ. ഇത് എല്ലാ ആളുകളും പഠിച്ച് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും എല്ലാം അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.